CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വീണ്ടും തെരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവിലാണ് അദ്ദേഹം താൽക്കാലികമായിട്ട് സെക്രട്ടറി ആയത്. ഇപ്പോൾ പൂർണ്ണ സമ്മേളനം അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് വീണ്ടും നിയോഗിച്ചു. അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയാണ്. കേരളം എങ്ങോട്ട് പോകണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിഷയം. മാത്രമല്ല അതിനെ പരിഹസിച്ചുകൊണ്ട് ചില ചാനൽ ജഡ്ജിമാർ വന്നിരുന്ന് വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നത് കാണുമ്പോഴേ എന്തിനാണ് ഈ മാധ്യമ സമൂഹത്തിലെ ചിലരെയൊക്കെ മാപ്രകൾ എന്ന് വിളിക്കുന്നത് എത്ര അർത്ഥപൂർണ്ണമാണെന്ന് തോന്നിപ്പോവുകയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയെ കളിയാക്കിക്കൊണ്ട് ഒരു ചാനൽ ജഡ്ജി, പേര് പറയാം, മനോരമ ന്യൂസിലെ അവതാരക ചാനൽ ജഡ്ജി വന്നിരുന്നിട്ട് പരിഹസിക്കുകയാണ്. എന്താണ് നയരേഖയിൽ പറയുന്ന ഒരു വാചകം? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകം, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട്, അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണ്, നേരിട്ടുകൊണ്ട് ആധുനിക നൂതന സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കും. അപ്പോൾ ഈ ചാനൽ ജഡ്ജി അവതാരക വന്നിരുന്ന് എഴുന്നള്ളിക്കുകയാണ്. എന്താണ് ഇത് ഉദ്ദേശിച്ചത്? ഇത് കേട്ടപ്പോൾ ചിരിയാ തോന്നിയത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ എന്ത് നൂതന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? പരിഹസിക്കുകയാണ്. വിവരക്കേട് സ്വാഭാവികം, പക്ഷെ വിവരക്കേട് വന്നിരുന്ന് എഴുന്നള്ളിക്കരുത്. ന്യൂസ് റൂമിൽ വന്നിരുന്ന് എഴുന്നള്ളിക്കരുത്. ഹോംവർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് അന്വേഷിക്കണം. അതിനൊരു മറുപടി ഞങ്ങൾ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ ഈ ലോകത്തെല്ലാം ഉണ്ട്, നമുക്കെല്ലാം അറിയാം. അതെല്ലായിടത്തും കൃഷിയെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. കർഷകരുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട്. കൃഷിനാശം, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്, പ്രകൃതിയുടെ മാറ്റങ്ങൾ. അപ്പം അതിനെ നേരിടാൻ നൂതന സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മാപ്പറങ്ങൾക്ക് അറിയാമോ? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് നൂതന സാങ്കേതിക വിദ്യ, IoT എന്ന് ചുരുക്കി പറയും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൃഷിയെ വിപുലപ്പെടുത്താം, മത്സ്യകൃഷിയെ എങ്ങനെ പുനരുദ്ധരിക്കാം, നെൽകൃഷി എങ്ങനെ നന്നാക്കാൻ പറ്റും, അതുപോലെ കുളങ്ങൾ, തോടുകൾ, അല്ലെ ജലാശയങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. അതിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സംവിധാനമാണ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അത് കേരളത്തിൽ പോലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചാനൽ ജഡ്ജിമാർക്കറിയാമോ? ഒരു കേസ് സ്റ്റഡി പറയാം. എക്സാമ്പിൾ, കാട്ടാക്കട അസംബ്ലി മണ്ഡലത്തിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതുപോലെ കുളങ്ങളും ജലാശയങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ചുകൊണ്ട്, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൃഷിയെ വിപുലപ്പെടുത്തുന്നു, എങ്ങനെ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു, എങ്ങനെ കർഷകർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഈ ചാനൽ റൂമിൽ നിന്ന് ഇറങ്ങി കാട്ടാക്കട വരെ പോയാൽ മതി. IV സതീഷ് MLA ആയ കാട്ടാക്കട മണ്ഡലത്തിലൊന്ന് പോയാൽ മതി. ചാനൽ ജഡ്ജിമാര് നേരിട്ട് ബോധ്യപ്പെടാൻ പറ്റും. അപ്പൊ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു മോഡലായിട്ട് സ്വീകരിച്ചുകൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഇത്തരം ഒരു കാര്യം IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം, കാർഷിക മേഖലയെ, മത്സ്യകൃഷി ഉൾപ്പെടെ ജലാശയങ്ങളെ സംരക്ഷിക്കാം, തോടുകളെ സംരക്ഷിക്കാം. ഇതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. അതിവിടെ നവകേരളത്തിൽ ഉപയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. കേരളം മുന്നോട്ട് കുതിക്കും. ഇവിടെ ഇടതുപക്ഷ സർക്കാർ മൂന്നാമതും വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നയരേഖയാണ് അവതരിപ്പിച്ചത്. അത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പറ്റി ഒരു ചാനൽ റൂമിൽ വന്നിരുന്ന ചാനൽ ജഡ്ജി പരിഹസിക്കുകയാണ്. എന്തൊരു കഷ്ടം! നിങ്ങളുടെ വിവരക്കേട് നിങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ മറ്റുള്ളവരും പറയുന്നത് വിവരക്കേടാണെന്ന് ധരിക്കരുത്. കേരളം ഒരു കുതിപ്പിലാണ് വികസന രംഗത്ത്, ഒരു സംശയവും വേണ്ട. ഇത് വെറും പ്രചാരണമൊന്നും അല്ലല്ലോ. അപ്പൊ മൂന്നാം ഇടത് സർക്കാർ വരുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നയരേഖയാണ്. നവകേരളം എങ്ങോട്ട് പോകും, അതിന് കൃത്യമായ പഠനം നടത്തിയിട്ട് അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് മുഖ്യമന്ത്രി വന്ന് നയരേഖ അവതരിപ്പിച്ചത്. അല്ലാതെ ഇത് അവിടെ നിന്ന് ഏതോ ഒരു സാധനം എടുത്തുകൊണ്ട് അവതരിപ്പിച്ചതല്ലല്ലോ. കൃത്യമായിട്ട് പഠിച്ച് അതിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇപ്പൊ തന്നെ ചില കേസ് സ്റ്റഡികൾ ഇപ്പൊ കാട്ടാക്കട മണ്ഡലത്തിൽ ചെയ്തതുപോലെയുള്ള വേറെ പല മണ്ഡലങ്ങളിലും ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതൊരു മോഡലാണ്. ആ മോഡല് ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇസ്രയേൽ ഇത്രയും ചെറിയൊരു രാജ്യം കൃഷിയിൽ നേടിയ പുരോഗതി, ഇവിടുന്ന് ഒരു സംഘം ഇസ്രയേലിലെ കൃഷിയെ പഠിക്കാൻ പോയല്ലോ. എന്തിനാ പോയത്? ലോകത്ത് തന്നെ കൃഷിയിൽ ഒരു മാതൃക ഇസ്രയേൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സ്ഥലത്ത് എത്രമാത്രം വിഭവങ്ങൾ, വിളകൾ ഉൽപ്പാദിപ്പിക്കാം, കൃഷി ചെയ്യാം എന്നുള്ള പുതിയ സാങ്കേതിക വിദ്യ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടു പഠിക്കണം നമ്മൾ. അതുകൊണ്ടാണ് കേരള കൃഷി വകുപ്പിന്റെ ഒരു സംഘം ഇസ്രയേലിൽ പോയത് കുറച്ചു നാൾ മുമ്പ്. ആ കൃഷി രീതിയെ പഠിച്ചാൽ അത് ഇവിടെ എങ്ങനെ നടപ്പാക്കാൻ പറ്റും. ഭൂവിസ്തൃതി കുറഞ്ഞ കേരളത്തില് ചുരുങ്ങിയ ഭൂമിയിൽ തന്നെ എങ്ങനെ കൃഷിയുടെ വലിയ സാധ്യതകൾ എങ്ങനെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നടപ്പാക്കാൻ പറ്റും. അതാണ് കാട്ടാക്കട മോഡൽ. ഇതുപോലെ പലതും ചെയ്യാൻ പറ്റും. അതിനെ വന്നിരുന്ന് പരിഹസിക്കുക, എന്തോന്നാണ് നവകേരള, വിഡ്ഢിത്തരം, സ്വയം വിഡ്ഢിത്തരം വന്നിരുന്ന് എഴുന്നള്ളിക്കരുത്. പഠിച്ച് വന്ന് വാർത്ത അവതരിപ്പിക്കാൻ കഴിയണം. വിഷയങ്ങളെ പഠിക്കണം. ഒരു മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി, അത് വെറുതെ പറഞ്ഞതല്ല, ഒരു പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വേദിയിൽ ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനെ ഇങ്ങനെ പരിഹസിക്കുന്ന ഇവരെയൊക്കെ മാപ്രകളെന്ന് 101 വട്ടം വിളിക്കാതിരിക്കാൻ പറ്റുമോ? ദൂരക്കേട് വന്നിരുന്ന് ന്യൂസ് റൂമിൽ ഇരുന്ന് എഴുന്നള്ളിക്കുന്നതിന് എന്താണ് മറുപടി പറയേണ്ടത്? ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? സ്വയം വിഡ്ഢിയാകുകയുള്ളൂ അവതരിപ്പിക്കുന്നവര്. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കാണാൻ പഠിക്കുക. പുതിയ ടെക്നോളജി, ഇന്റർനെറ്റ് ഉണ്ടാക്കുന്ന വിപ്ലവം, അത് കൃഷിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. മൊബൈൽ ഫോണിൽ മാത്രമല്ല, മറ്റു പലതിലും ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ലോകത്തൊക്കെ അതിന്റെ പരീക്ഷകൾ നടക്കുന്നു, പലതും വിജയകരമാണ്. അത് കേരളത്തിലും ചെയ്യാൻ പോകും. നവകേരളം 3 ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യാൻ പോകുന്നു. അതിനെ വന്നിരുന്ന് പരിഹസിക്കരുത്. അത് പഠിക്കാൻ ശ്രമിക്കുക, ഹോംവർക്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്